ആലീസ് ബ്ലൂവിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആലീസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്സ്റ്റോക്സ്, സെറോദ പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ആലീസ് ബ്ലൂ എന്നുള്ളത്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആലീസ് ബ്ലൂവിലൂടെ എടുക്കാം. ആലീസ് ബ്ലൂവിനെ മറ്റുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ഫീ സ്ട്രക്ചറാണ്. സീറോ ബ്രോക്കറേജ് ആണ്, ഡെലിവറിയൊക്കെ സീറോയാണ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ 15 റുപ്പീസ് മാത്രമാണ്. ഇതൊക്കെ അപ്സ്റ്റോക്സിലും സെറോദയിലൊക്കെ 20 രൂപയാണ്, ഇവിടെ 15 രൂപ മാത്രമാണ് ഇക്വിറ്റി ട്രേഡിനും കറൻസിക്കുമൊക്കെ ചാർജ് ചെയ്യുന്നത്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിലും iOSലും വെബിലും നമുക്ക് ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം 13,200 രൂപയോളം ഒരു കമ്മീഷനിൽ തന്നെ, ബ്രോക്കറേജിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ആലീസ് ബ്ലൂ ഉപയോഗിക്കുന്നതിലൂടെ. മറ്റുള്ള എല്ലാ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിനെയും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ ബ്രോക്കിംഗ് ഫീ ഈടാക്കുന്നത് ആലീസ് ബ്ലൂ ആണ്. ഈ ആലീസ് ബ്ലൂവിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ, ഇവിടെ 2 ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്സ്റ്റോക്സിൽ എടുക്കണമെങ്കിൽ ഈ മുകളിലത്തെ ലിങ്ക്, ഇതിൽ ആലീസ് ബ്ലൂവിൽ എടുക്കണമെങ്കിൽ താഴത്തെ ലിങ്ക്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരും. ഈ പേജിൽ വരുമ്പം തന്നെ ഏറ്റവും ആദ്യം സൈൻ അപ്പ് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മുടെ പേര് കൊടുക്കുക. ഇവിടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഏത് സ്റ്റേറ്റാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഈ ഒരു ഇത് ടിക്ക് ചെയ്തിട്ട് ഓപ്പൺ അക്കൗണ്ട് ഇൻ 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക്, ഈ ഒരു പേജിലേക്ക് എത്തിപ്പെടും. ഇവിടെ നമുക്ക് ഇമെയിൽ ഒരു OTP വരുന്നുണ്ടാവും, മൊബൈലിലൊരു OTP വന്നിട്ടുണ്ടാവും. അത് രണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡിലും നിങ്ങളുടെ എല്ലാ രേഖകളിലുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാൻ കാർഡിലുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വേണം നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കൊടുക്കുക. വീണ്ടും അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കണം. ഇവിടെ വീണ്ടും IFSC കോഡ് കൊടുക്കണം. അതിനുശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ₹1 വാസ് സക്സസ്ഫുള്ളി ക്രെഡിറ്റഡ് ഇൻ ടു യുവർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾ, ക്യാഷ്, മ്യൂച്വൽ ഫണ്ട്, F&O, കറൻസി, കൊമോഡിറ്റി എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ. അതിനുശേഷം പ്രൊവൈഡ് കൺസെൻറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇൻകം പ്രൂഫ് ടൈപ്പായിട്ട് നമുക്ക് ഇൻകം പ്രൂഫായിട്ട് ITR അക്നോളജ്മെൻറ്റ്, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഡിമാറ്റ് ഹോൾഡിങ്, നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവസാന 6 മാസത്തെ, ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം കൊടുക്കാൻ. അതല്ലെങ്കിൽ അത് റിജക്ഷൻ ആയിപ്പോവും. അതുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുവാണ്. നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കാണുന്ന ക്ലിക്ക് ടു ചെക്ക് അവൈലബിൾ ബാങ്ക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉടൻ തന്നെ ഫെച്ച് ചെയ്യാൻ സാധിക്കും. അതും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ഏതായാലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അക്സെപ്റ്റ് ചെയ്തോളും. ഇനി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം, പാസ്വേഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അച്ഛൻ്റെ പേര് ഇവിടെ കൊടുക്കണം, അമ്മയുടെ പേര് കൊടുക്കണം. ഇവിടെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യണം. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. എഡ്യൂക്കേഷന്, ഒക്യുപ്പേഷൻ, ആനുവൽ ഇൻകം, നമ്മുടെ നെറ്റ്വർത്ത് ഒക്കെ ഇവിടെ കൊടുക്കണം. ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എത്ര നാളുണ്ട് എന്നുള്ളത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് 1 ഇയർ, 2 ഇയർ, 1 ഇയർ, 3 ഇയർ, 5 ഇയർ ഒക്കെയാണ്. കമ്മോഡിറ്റി ഓർ ട്രേഡ് ക്ലാസിഫിക്കേഷൻ, ഇവിടെ നമുക്ക് ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആണോ, വാല്യൂ ചെയിൻ പാർട്ടിസിപ്പൻ്റ് ആണോ, അതേഴ്സ് ആണോ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇതുണ്ട്. ഇവിടെ നോക്കിയാൽ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
ഓക്കെ, നമ്മൾ MCXലൊക്കെ ട്രേഡ് ചെയ്യുമ്പം ഉള്ളതാണ് നമ്മൾ അതേഴ്സ് കൊടുത്താൽ മതിയാകും. പിന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എത്ര, അതായത് ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എത്ര ദിവസത്തിലൊരിക്കലാണ് നമുക്ക് ഇമെയിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ ചൂസ് ചെയ്യണം. ഇത് നോമിനേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോമിനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കാം. അങ്ങനെയാണ്. അത്രയും കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് കൊടുക്കണം. അവിടെ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. ഇവിടെ നമ്മൾ സിഗ്നേച്ചർ ഇടാം. മൗസ് വെച്ചിട്ട് ഇടാൻ പറ്റുമെങ്കിൽ മൗസ് വെച്ചിട്ട് ഇടാം. സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക. നമ്മുടെ ലൈവ് ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. നമുക്ക് വെബ് ക്യാമറ ഉണ്ടെങ്കിൽ വെബ് ക്യാമറ എടുക്കാം, ഇല്ലെങ്കിൽ സെൻഡ് ലിങ്ക് ടു യുവർ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ലിങ്ക് വരും. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് സെൽഫി എടുക്കാവുന്നതാണ്. ഒരു ലൈവായിട്ട് ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഇസ് പ്രൊഫഷണൽ മാനറിൽ ഫോട്ടോ എടുക്കണം, ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി റിജക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻഡ് ലിങ്ക് ടു യുവർ മൊബൈൽ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുവാണ്. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ലിങ്ക് സെൻഡ് ആകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സെൽഫി എടുക്കണം. ഇവിടെ ഡിമാർട്ട് പ്രിഫറൻസസ് ചോദിക്കുന്നുണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. EDIS ആണോ DDPI ആണോ വേണ്ടതെന്നുള്ളത്. നമുക്ക് EDS തന്നെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആ ഒരു അതിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ്. ഇപ്പോൾ നമ്മൾ EDIS തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രോക്കറേജ് പ്ലാൻ, അപ്പം F15 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ₹15 പെർ ഓർഡർ ആണ്. 15 പെർ ഓർഡർ ഓർ 0.05% വിച്ച് എവർ ഇസ് ലോവർ. ഇതിലേതാണോ ലോവർ അതാണ്. ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ഏതാണ്ട് അവസാനത്തെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ സൈൻ ചെയ്യണം. നമ്മുടെ ഇമെയിൽ നമ്പർ, ഫോൺ നമ്പർ, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, IFSC അക്കൗണ്ട് നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സിഗ്നേച്ചർ, ഫോട്ടോ എല്ലാം വെരിഫൈ ചെയ്യുക. വെരിഫൈന് ശേഷം കണ്ടിന്യൂ സൈൻ എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈൻ ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതാണ്. ഡിജോ സൈൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം ഇത് രണ്ടും ചെക്കാണെന്ന് ഉറപ്പ് വരുത്തുക. ഓൾറെഡി ചെക്ക്ഡ് ആണ്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ് സൈൻ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. പ്രോസസ്സിംഗ് റിക്വസ്റ്റ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഡൗൺലോഡ് സൈൻ PDF കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ആലീസ് ബ്ലൂവിൻ്റെ ഓഫീസിൽ നിന്നും അവർ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം ലോഗിൻ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവർ അയച്ചു തരികയും ചെയ്യുന്നതാണ്. ലോഗിൻ ഡീറ്റെയിൽസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ആലീസ് ബ്ലൂവിൻ്റെ അക്കൗണ്ട് എടുക്കേണ്ടത്. ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Thank you for watching and share this video with your friends. Thank you.